രണ്ട് രീതിയിലാണ് ശരീഅത്തിന്റെ നിയമങ്ങളുള്ളത്. ഒന്ന് അസീമത്ത്, പിന്നൊന്ന് റുഖ്സ. അസീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നിയമത്തിലുള്ളത് അത് അതുപോലെ ചെയ്യുക, അതിനാണ് അസീമത്ത് എന്ന് പറയുക. ഇപ്പോൾ ഒരു ആയത്തോ ഹദീസോ തെളിവിനനുസരിച്ച് ഒരു നിയമം ഉണ്ടാവും, ആ നിയമം പോലെ നമ്മൾ ചെയ്യുന്നതിന് ഇപ്പം നിസ്കരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതിൻ്റെ ആയത്തും ഹദീസും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിസ്കരിക്കണം. അപ്പം നിസ്കരിക്കുക എന്നുള്ളത് അസീമത്താണ്. അതേ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, നിസ്കരിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ നിസ്കരിക്കാതിരിക്കൽ റുഖ്സയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ നിൽക്കുമ്പോൾ ഇവര് വെള്ളം തടഞ്ഞിരിക്കുകയാണ്. ദിവസങ്ങളായിട്ട് വെള്ളമില്ല. കുഞ്ഞുങ്ങളും എല്ലാവരും വെള്ളം ദാഹിച്ച് വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ആ സമയത്ത് വെള്ളം കൊടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല. ഒരു കുഞ്ഞിനെ കാണിച്ചു, ചെറിയ കുഞ്ഞിനെ കാണിച്ചിട്ട് വിശന്ന് ദാഹിച്ച് പറഞ്ഞ കുഞ്ഞാണെങ്കിൽ ചെറിയൊരു ആർദ്രത മനസ്സിലുണ്ടെങ്കിൽ തോന്നൂലേ കുറച്ച് വെള്ളം കൊടുക്കാന്ന്. ആ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് അമ്പ് ചെയ്തു. മുസ്ലിങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ അവിടെ വലിയൊരു കറാമത്ത് കാണിച്ച് എല്ലാവരെയും നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടുമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെയ്യാം. അതാണ് ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കഴുത്ത് കൊടുക്കാനും ദീനിന് വേണ്ടി അങ്ങേയറ്റം സ്വന്തത്തെ നശിപ്പിക്കാനും ഉള്ള സാഹചര്യം അതാണ്. അവിടുത്തെ അസീമത്ത് അതാണ്. അസീമത്ത് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കലാണ് അസീമത്ത്. പക്ഷേ അവിടെ റുഖ്സ സ്വീകരിക്കാമായിരുന്നു. എന്താണ് റുഖ്സ? ഇളവ് സ്വീകരിക്കാം. ഒരു കറാമത്തിനെ കാണിച്ചിട്ട്, കറാമത്ത് കാണിക്കാൻ ഏത് രീതിയിൽ എന്തും ചെയ്യാൻ കഴിവുള്ള ആളുകളല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ. അള്ളാഹു എന്താ പറഞ്ഞ അതുപോലെ ചെയ്തു കൊടുക്കൂലേ? തീർച്ചയായും ചെയ്തു കൊടുക്കും. അതല്ലേ പേരക്കുട്ടി കാണിച്ചു തന്നത് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി. വെള്ളം തടഞ്ഞു. അവർ തടഞ്ഞ വെള്ളം മുഴുവനും സ്ത്രീകളുടെ മുലപ്പാല് വരെ കയ്യിലുണ്ടായിരുന്ന കൂജയിലേക്ക് വന്നു എന്നാ പറയുന്നത്. ചരിത്രമാണ്. വെള്ളം കൊടുക്കാതെ തടാകത്തിലുള്ള വെള്ളം തടഞ്ഞു വെച്ച് ഇവിടെയും ആ സംഭവം ഇവിടെ ആവർത്തിക്കരുത്. തടഞ്ഞു വെച്ച് വെള്ളമില്ലാത്ത അവസ്ഥ. മുഴുവൻ വെള്ളവും കൂജയിലേക്ക് ഇങ്ങോട്ട് എടുത്തു. പിന്നെ വെള്ളം എവിടെയും വെള്ളമില്ല. ഈ കഴിവ് വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, അലിയാർ തങ്ങളിലൂടെ, ഹസനിലൂടെ, ഹുസൈനിലൂടെ വരുന്ന കഴിവാണ്. എന്താ ഹുസൈനിൽ ഈ കഴിവുണ്ടായിരുന്നില്ലേ? തീർച്ചയായും കഴിയും. പക്ഷേ ഹുസൈനുമാർ നമുക്ക് കാണിച്ചു തരുന്നത്, എക്കാലത്തെയും ഹുസൈനുമാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇളവ് സ്വീകരിച്ച് പാവപ്പെട്ട ആളുകൾക്ക് കഴിയാത്ത വിധം ഇളവ് സ്വീകരിച്ച് രക്ഷപ്പെടലല്ല. ഏത് സാധാരണ മുസ്ലിം ആണെങ്കിലും, ഒരു മുഅ്മിനായ സാധാരണ മുഅ്മിന് ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞോളന്നില്ല. എല്ലാ അവസാനത്തെ മുഅ്മിനും മാതൃകയായിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അവസാനത്തെ മുഅ്മിനും മാതൃകയായിട്ടാണ്. അന്ന് ഇളവ് കൊണ്ട് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാവപ്പെട്ട മുഅ്മിന് വന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽപ്പെട്ടാൽ എന്ത് ചെയ്യും? ആ ദീനാണ് കാണിച്ചു തരുന്നത് എന്ത് ചെയ്യണമെന്ന്. അതവിടെ ഇളവ് കാണിച്ച് രക്ഷപ്പെടലല്ല. ഓരോ കാലത്തെയും മുഹമ്മദ് റസൂൽ നമുക്ക് കാണിച്ചു തരുന്നത്, ഓരോ കാലത്തെയും ഹുസൈൻ നമുക്ക് കാണിച്ചു തരുന്നത്, ഇത് ധീരമായി ദീനിന് വേണ്ടി സ്വന്തത്തെ ബലിയർപ്പിക്കേണ്ടി വന്നാൽ പോലും ദീനിനെ, മുഹമ്മദ് റസൂലുള്ളയെ കൈവിടാതെ, ദീനിനെ കൈവിടാതെ, തൗഹീദ് കൈവിടാതെ, എതിരിൽ ഏത് തരം മുനാഫിക്കായാലും, മുനാഫിക്ക് ഗണത്തിൽപ്പെട്ട ആര് തന്നെ വന്നാലും ദീനിനെ കൈവിടാതെ, മുഹമ്മദ് റസൂലുള്ളയെ കൈവിടാതെ സ്വന്തം കഴുത്ത് വേണമെങ്കിൽ കൊടുക്കാൻ, പക്ഷേ തൗഹീദിന്റെ അടിയറ വെക്കാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കലാണ് ഹുസൈന്റെ രീതി. ആ ഹുസൈനാണ് എന്നും നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ എന്താ, മഹാനവറുകൾ എത്രയോ പ്രാവശ്യം ഖുതുബുസ്സമാൻ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള അവസ്ഥകൾ പല രീതിയിലായിരിക്കും, പല കാലത്തുനിന്നേ ഉള്ളൂ. എല്ലാ ആളുകളെയും പല ഭാഗത്തുനിന്നും ഒക്കെ പുറത്താക്കി അന്നം മുട്ടിക്കുന്ന അവസ്ഥയല്ലേ ഒരു സമയത്ത് ഉണ്ടാക്കിയിരുന്നത്. നമ്മൾപ്പെട്ട ആളുകളെ എല്ലാ ഭാഗത്തുനിന്നും പുറത്താക്കുക. എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൂടെ കൂടിയതാണ് തെറ്റ്. യഥാർത്ഥ ദീനിൽ പങ്കെടുത്തതാണ് തെറ്റ്. ആഖിറത്തിലേക്ക് ഈമാനോടുകൂടെ പോകാനുള്ള വഴിയിൽ പ്രവേശിച്ചതാണ് തെറ്റ്. ഇതൊക്കെ പഠിച്ച ആളുകൾ തന്നെയാണ് ഇതിൽ ഫത്വയും മറ്റും ഇറക്കി പിഴപ്പിച്ചതും. അങ്ങനെയുള്ള ആളുകൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ചപ്പോൾ പോലും ഖുതുബുസ്സമാൻ പറഞ്ഞത് എന്താണ്? എന്റെ നാക്കുന്നൊരു വാക്ക് നിങ്ങൾ വരുത്തണ്ട, ഇത് മുഴുവൻ നശിപ്പിക്കാൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ കാലത്ത് ഉണ്ടായ പോലെയുള്ള വിപത്തുകൾ വരാൻ എന്റെ നാക്കിൽ നിന്നൊരു വാക്ക് വന്നാൽ മതി, അത് വരുത്താൻ നിൽക്കണ്ട. വന്നില്ല. കാരണം അത് ഹുസൈനി പാരമ്പര്യമാണ്. ഇന്നും അത് തന്നെയാണ് നിൽക്കുന്നത്. 4 ഭാഗത്തും മുനാഫിക്കുകൾ ഇങ്ങനെ വളഞ്ഞ് കൊത്തുമ്പോൾ പോലും ഹുസൈനിന്റെ മാർഗം
പാവപ്പെട്ട ഓരോ മുഅ്മിനിനും പിന്തുടർന്ന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതത് കാലത്തെ മുഅ്മിനും അതത് കാലത്തെ മുഹമ്മദ് റസൂലുള്ളയും അതത് കാലത്തെ ദീനും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്. അത്ഭുതങ്ങൾ ആർക്കും സംഭവിപ്പിക്കുക, ആർക്കും കാണിച്ചു കൊടുക്കുക. അത്ഭുതം കാണിച്ച് ജീവിക്കലല്ല ദീന്. അങ്ങേയറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ളിൽ ഉൾക്കൊണ്ട് ദീനിന് വേണ്ടി ധീരെ മുന്നോട്ട് പോകലാണ് ദീന്. അതാണ് ശരീഅത്ത്. അല്ലാതെ അത്ഭുതം കാണിച്ച് ജീവിക്കലല്ല എന്നാണ് ഓരോ കാലത്തെയും ഹുസൈൻ നമുക്ക് കാണിച്ചു തന്നത്.